നമസ്കാരം. ഇലക്ട്രിക് കാറുകളിലൂടെ രാജ്യത്ത് പണം വാരുകയാണ് MG മോട്ടോഴ്സ്. ഹെക്ടറും ഗ്ലോസ്റ്ററും ആസ്റ്ററും എല്ലാം വിപണിയിൽ നേട്ടം കൊയ്യാൻ വിയർത്തപ്പോൾ കമ്പനി കെട്ടിപ്പൊക്കിയ ഐഡിയ ആയിരുന്നു EV-കളിലേക്കുള്ള ചുവടുമാറ്റം. അതും ടാറ്റ മോട്ടോഴ്സിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബ്രാൻഡ് വൈദ്യുത വാഹനങ്ങളിലേക്ക് ചേക്കേറിയത്. ZS EV-യും അതുപോലെ തന്നെ കോമൻ EV-യും വിൻസർ EV-യും എല്ലാം വാങ്ങാൻ ആളുകളുടെ വലിയ ക്യൂ ആണ് ഇപ്പോഴുള്ളത്. ഇനി അടുത്തതായി എന്താകും MG മോട്ടോഴ്സ് ഇന്ത്യക്കായി കണ്ടുവച്ചിരിക്കുന്നത് എന്നറിഞ്ഞാൽ പലരുടെയും കിളി പറന്നു പോകും. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ഇലക്ട്രിക് കാറുകളിലൊന്നാണ് ബ്രാൻഡ് അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്നത്. MG സൈബോസ്റ്റർ 2025 ജനുവരിയിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് ബ്രാൻഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ വർഷം മാർച്ചിൽ നമ്മുടെ രാജ്യത്ത് പ്രദർശിപ്പിച്ച സൈബോസ്റ്റർ മോറിസ് ഗാരേജസിന്റെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാറാണ്. ജനുവരിയിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലൂടെ EV അരങ്ങേറ്റം കുറിക്കുന്നതാണ്. ആഭ്യന്തര വിപണിയിൽ പ്രീമിയം MG സെലക്ട് റീറ്റെയിൽ ചാനലിലൂടെ വിൽക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത്. MGയുടെ പ്രീമിയം ഡീലർഷിപ്പ് ശൃംഖലയിലൂടെ വിപണനത്തിലെത്തുന്ന ആദ്യ ഉൽപ്പന്നമായിരിക്കും സൈബോസ്റ്റർ. ഇനി കാറിന്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ, സൈബോസ്റ്റർ ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കും. മൊത്തത്തിൽ ഇതിന് 4533 മില്ലിമീറ്റർ നീളവും 1912 മില്ലിമീറ്റർ വീതിയും 1328 മില്ലിമീറ്റർ ഉയരവും 2689 mm വീൽ ബേസുമായിരിക്കും ഉണ്ടാവുക. ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ, സൈബോസ്റ്ററിന് സ്ലീക്ക് നോസ്, സ്വീപ്പ് ബാക്ക് ഹെഡ്ലൈറ്റുകൾ, സ്പ്ലിറ്റർ ഉള്ള കോണ്ടൂർഡ് ബമ്പർ, ലോ എയർ ഇൻടേക്കുകൾ, സീസർ ഡോറുകൾ, ആരോ ആകൃതിയിലുള്ള LED ടെയിൽ ലൈറ്റുകൾ, കണക്റ്റഡ് LED ലൈറ്റ് ബാറുകൾ, പെറ്റൽ അലോയ് വീലുകൾ, ഡൈനാമിക് സ്പ്ലിറ്റ് ഡിഫ്യൂസർ തുടങ്ങിയവയെല്ലാമായിരിക്കും ഈ ഒരു MGയുടെ പുത്തൻ ഇലക്ട്രിക് സ്പോർട്സ് കാറിന് അഴക് ഏകാൻ എത്തുക. ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് വന്നാൽ, കയറിയാൽ ക്യാബിനിലുടനീളം സാൻ ബ്രൗൺ ലെതർ സ്വീഡ് ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേയും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും സംയോജിപ്പിക്കുന്ന ഒരു സെൻട്രൽ യൂണിറ്റാണ് പിന്നീട് കണ്ണിലുടക്കുക. കൂടാതെ സെൻട്രൽ കൺസോളിൽ പരമ്പരാഗത ബട്ടണുകളും ഗിയർ സെലക്ടർ കൺട്രോളുകളും വരെ ഇടം പിടിച്ചിട്ടുണ്ട്. അലുമിനിയം സ്പോക്ക്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്, പാഡൽ ഷിഫ്റ്റുകൾ എന്നിവയാണ് ഇന്റീരിയറിലെ മറ്റ് പ്രധാന കാര്യങ്ങൾ. അന്താരാഷ്ട്ര വിപണികളിൽ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളാണ് കാറിനുള്ളത്. ഇതിൽ ആദ്യത്തേത് 64 kWh ബാറ്ററി യൂണിറ്റ് ആണ്. ഈ മോഡൽ ഫുൾ ചാർജ് ചെയ്താൽ 520 കിലോമീറ്ററോളം റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ടോപ്പ് എൻഡ് സൈബോസ്റ്ററിന് 77 kWh ബാറ്ററി പാക്ക് ആയിരിക്കും ലഭിക്കുക. ഈ മോഡൽ സിംഗിൾ ചാർജിൽ 580 കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ പ്രാപ്തമായിരിക്കും. മിക്കവാറും ഒറ്റ ചാർജിൽ 570 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന 77 kWh ലിഥിയം അയൺ ബാറ്ററി പാക്കോട് കൂടിയ സൈബോസ്റ്റർ ആകും ഇന്ത്യയിൽ അവതരിപ്പിക്കുക. 2 സീറ്റർ ഇലക്ട്രിക് സ്പോർട്സ് കാറിന് ഡ്യുവൽ ഇലക്ട്രിക് മോട്ടോറുകളാണ് കരുത്ത് പകരുക. ഓരോന്നും ഓരോ ആക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 528 bhp കരുത്തിൽ 725 Nm ടോർക്ക് വരെ MGയുടെ സൈബോസ്റ്ററിന് വികസിപ്പിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ, 3.2 സെക്കൻഡിനുള്ളിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ MG സൈബോസ്റ്ററിന് കഴിയും എന്നാണ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ചായിരിക്കും MG സൈബോസ്റ്റർ ഇന്ത്യൻ വിപണിയിൽ എത്തുക. അതായത് CBU അഥവാ കംപ്ലീറ്റ്ലി ബിൽഡ് ടൈപ്പ് യൂണിറ്റ് ആയിട്ടായിരിക്കും എത്തുകയെന്ന് സാരം. MGയുടെ ഇലക്ട്രിക് സ്പോർട്സ് കാറിന് 50 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെ എക്സ്ഷോറൂം വിലയാണ് പ്രതീക്ഷിക്കാനാവുന്നത്. ഈ ഒരു വാഹനം എത്തുകയാണെങ്കിൽ പ്രീമിയം കാർ ഉപഭോക്താക്കളുടെ ഫസ്റ്റ് ലിസ്റ്റിൽ അത് ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.